അപ്പം ഈ രാശികളിൽ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള രാശികൾ അങ്ങനെ എന്തെങ്കിലും രാശികളുണ്ടോ? ഉണ്ട്. റൊമാൻറ്റിക് രാശികൾ എന്ന് പറയുന്നത് ഇടവം രാശി ഭയങ്കര റൊമാൻറ്റിക് ആൾക്കാരാണ്. ചിലത് വേർപിരിയൽ അനിവാര്യമായിട്ട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട്. നമ്മളവിടെ തത്വം പറഞ്ഞുകൊണ്ടിരുന്ന് പരിഹാരം കൊടുത്തുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട്. ഇപ്പോൾ 10 പൊരുത്തമായി കിട്ടിയെങ്കിലും അല്ലെങ്കിൽ അത്രയും റൊമാൻറ്റിക് ആണെങ്കിൽ പോലും ലൈഫ് വരുമ്പോൾ അത് സക്സസ് ആവാത്ത എന്തുകൊണ്ടാണ്? അത് പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് മഹാദശ കാലഘട്ടം അനുകൂലമാകാത്തത്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും ഇല്ലേ? പക്ഷെ ആ അപ്രിയമായ സത്യം നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ വിചാരിക്കും ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാവരും മരിക്കും, പക്ഷെ ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ ചിന്തിക്കുന്നു ഒരു കൊലപാതകയോട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിമിനലായിട്ടുള്ള ഒരാളോട് ആ ഒരു എമ്പതി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവരെ എന്തുകൊണ്ട് ആ കൊലപാതകം ചെയ്തു എന്നുള്ളത് ചിലപ്പം അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കുകയോ അവരെ ഒറ്റപ്പെടുത്തോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? പലതും സത്യത്തിനെയും നമ്മൾ ഹൈഡ് ചെയ്ത് തന്നെ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് തന്നെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം ഇല്ലേ? അപ്പം ഈ രാശികളിൽ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള രാശികൾ അങ്ങനെ എന്തെങ്കിലും രാശികളുണ്ടോ? ഉണ്ട്. റൊമാൻറ്റിക് രാശികൾ എന്ന് പറയുന്നത് ഇടവം രാശി ഭയങ്കര റൊമാൻറ്റിക് ആൾക്കാരാണ്. കാരണം ശുക്രൻ്റെ രാശിയല്ലേ. ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പദ് വാഹന വസ്ത്രഭൂഷണ നിധി എന്ന് പറയുന്ന രാശി. അത് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രാശിയാണ് ഇടവം രാശി. അതിനകത്ത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് വരുന്നത്? അത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ അരഭാഗവും ചേർന്നാണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുന്നതേ റൊമാൻറ്റിക് ആയിട്ടുള്ള രാശിയാണ്. കാരണം അവിടെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും രാശിയാണ്. അവിടെ ഗതാധാരിയായ പുരുഷനും വീണാധാരിയായ സ്ത്രീയാണ് ഇവിടുത്തെ സിമ്പിൾ തന്നെ. സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഒരു ഏകരാശി അതാണ് വരുന്നത്. അപ്പോൾ അത് വളരെ റൊമാൻറ്റിക് രാശിയാണ്. അതിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് വരുന്നത്? മകയിരം, തിരുവാതിര, പുണർന്നും നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ വരുമ്പോഴേക്കും അവർക്കും അവരുടെ രാശ്യാധിപതിയായ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ്. 5ാമത്തെ രാശ്യാധിപതിയായ ഗ്രഹം ശുക്രനാണ് വരുന്നത്. അപ്പോൾ അതും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രാശിയാണെന്ന് പറയാൻ പറ്റും. പിന്നെ വരുന്നത് തുലാം രാശി. അതും ശുക്രൻ്റെ രാശി തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശി. മീനം രാശി റൊമാൻറ്റിക് അല്ല, അത് വളരെ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള രാശിയാണത്. പക്ഷേ ആ രാശിയെയും പറയുന്നുണ്ട്, പ്രമാണ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് ഭാര്യയും സന്തതികളെയും ഒക്കെ ശ്രദ്ധിക്കുന്ന രാശിയാണ്, അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന രാശിയാണെന്ന് ഹോരയിൽ 16ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ വരുന്ന രാശി എന്ന് പറഞ്ഞാൽ മകരം രാശി. നിത്യം ലാളയത് സ്വതാരതനയാന്ന് പറയുന്ന രാശിയാണ്. അത് 7ാമത്തെ രാശ്യാധിപതിയായ ഗ്രഹം ചന്ദ്രൻ വരും. മനസ്സിൻ്റെ കാരകനായ ഗ്രഹം, അത് മനസ്സും സ്പൗസുമായിട്ട് കണക്ഷനുള്ള രാശിയാണ്. 5ാമത്തെ രാശ്യാധിപതി ശുക്രനാണ്. അതായത് സ്പൗസിൻ്റെ കാരകത്വമുള്ള ഗ്രഹം മനസ്സിൻ്റെ ഭാവത്തിൽ വരുന്ന ഒരു രാശിയാണ്. അതും റൊമാൻറ്റിക്കാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗവും ചേർന്നാണ്. അപ്പം ഈ രാശി, ആ രാശ്യാധിപതിയായ ഗ്രഹം ശനിയാണെങ്കിലും പക്ഷെ ആ രാശിക്ക് ഇപ്പം ശനി കഴിക്കുമ്പോൾ വളരെ ട്രൈ ആയിട്ടുള്ള പ്ലാനറ്റാണ്. അതിന് റൊമാൻസ് കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് ആ പ്രമാണ ശ്ലോകത്തിനകത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം അവരുടെ മനസ്സിൻ്റെ ഭാവവും 7ാം ഭാവവും ചിന്തിക്കുമ്പോൾ അവർ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രാശിയാണ്. പിന്നെ മീനം രാശി. മീനം രാശി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വരുന്ന രാശി എന്ന് പറയുമ്പോൾ ധനുരാശി വരും. പക്ഷെ അത് കുറച്ചൊരു അഗ്രസീവായിട്ടുള്ള ആൾക്കാരുമാണ്. കുറച്ച് എന്ന് വെച്ചാൽ അവർ റൊമാൻറ്റിക് ആണ്, പക്ഷേ കുറച്ചൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി അവർക്കുണ്ട്. കുറച്ചൊരു അഗ്രസീവായിട്ടുള്ളൊരു രീതിയും ഈ ധനുരാശിക്കാർക്കുണ്ട്. അതിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് വരുന്നത്? അതിനകത്ത് മൂലം നക്ഷത്രം വരും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം നക്ഷത്രങ്ങളാണ് വരും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കാണ് കൂടുതലൊരു റൊമാൻറ്റിക്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ശുക്രൻ്റെ രാശിയിൽ വരുന്ന ഇടവൻ രാശിക്കാരൻ, തുലാ രാശിക്കാരെയാണ് കൂടുതൽ. പിന്നെ മകരം രാശിക്കാരെയാണ് കൂടുതൽ പറയാൻ പറ്റുന്നത്. പിന്നെ പറയാൻ പറ്റുന്നത് മിഥുനം രാശിക്കാരെ പറയാൻ പറ്റും, റൊമാൻറ്റിക് ആയിട്ടുള്ള. മകരം രാശി അതിൽ എൻ്റെ നക്ഷത്രമുണ്ട്. വൈഫോട് എല്ലാവരും കഴിഞ്ഞില്ല. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു ജ്യോതിഷിയുടെ അടുത്തേക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇപ്പം ആ രാശി നോക്കുമ്പോൾ കാണുകയാണ് ഇപ്പോൾ വേർപിരിയാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധം വേർപിരിയാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആസ്ട്രോളജിസ്റ്റ്? കാരണം ഭയങ്കര ഒരു വിഷമത്തിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ വേർപിരിയാനുള്ള എല്ലാ സാഹചര്യവും ആ രാശി നോക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരത് ഡീൽ ചെയ്യാൻ
അത് ജ്യോതിഷപരമായി മാത്രം നിന്നുകൊണ്ട് അത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ജീവന് തന്നെ ഭീഷണിയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തത്വം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല, അത് വേർപിരിഞ്ഞ് തന്നെ പോവേണ്ടതാണ് ഇല്ലേ. പിന്നെ അല്ലാതെ ഉള്ള സാഹചര്യം ഇപ്പം അതങ്ങനെ വരുന്ന കേസുണ്ട്. ഇപ്പം കേതു ദശാകാലഘട്ടത്തിനും ശനി ദശാകാലഘട്ടത്തിന് മുന്നായിട്ട്, ഇപ്പോൾ ബുധദശാ കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ അപഹാര കാലഘട്ടത്തിൽ തന്നെ പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു 7 വർഷ കാലഘട്ടം ഇതിനേക്കാളും ഭീകരമാണ്, അതിൽ ഐക്യമത്യ സൂക്തമൊക്കെ കഴിപ്പിച്ച് പോകണം. ഈ 7 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വ്യക്തിയുടെയും പ്രശ്നമല്ല, അല്ലെങ്കിൽ അതൊരു സാഹചര്യം, ആ യൂണിവേഴ്സായിട്ട് തന്നെ തരുന്നൊരു സാഹചര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ പരസ്പരം ഒരു ശത്രുക്കളായിട്ട് അത് നമ്മൾ ഒരിക്കലും ഉണങ്ങാത്ത ചില മുറിവുകൾ ഈ സമയത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതിൽ കൂടുതലും കേൾക്കാറുള്ളത് കുറച്ച് മെച്യൂർഡായിട്ടുള്ള ആൾക്കാരാണ് കേൾക്കാറുള്ളത്. അങ്ങനെയുള്ളവർ കേൾക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കുറേ പേരുണ്ട്, ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു അനാവശ്യമായ പല അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില ആൾക്കാരത് പറഞ്ഞാൽ കേൾക്കാറുമില്ല. ചിലത് അവിടെ അനിവാര്യമാണ് താനും, ചിലത് വേർപിരിയൽ അനിവാര്യമായിട്ട് ഭയങ്കര അഡിക്ഷനുണ്ട്. നമ്മളവിടെ തത്വം പറഞ്ഞുകൊണ്ടിരുന്ന് പരിഹാരം കൊടുത്തുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെ ഭയങ്കര ക്രൂരമായി ഉപദ്രവിക്കണം. അല്ലെങ്കിൽ ഒരു NBD ആളാണ്, ഭയങ്കര ക്രൂരമായിട്ട് ആളിനെ ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല, അല്ലെ അവരുടെ കാലിബറിനെ ആ വ്യക്തിയോ അവരുടെ വ്യക്തിത്വത്തിനോ യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്തൊരു സ്പൗസിനോടൊപ്പമാണ് ജീവിക്കുന്നത്. ഇനി അവർ കൂടുതൽ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്തേക്കും. അങ്ങനെയുള്ളവരോട് ഇല്ല, തിരിച്ചു പോയി ജീവിക്കണം കേട്ടോ എന്ന് പറയുന്നത് ഒട്ടും ലോജിക്കൽ ആയിട്ടുള്ളൊരു വിഷയമല്ല. അപ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗമായിരിക്കും ഞാൻ നോക്കുന്നത്. അല്ലാതെ എല്ലാം യോജിപ്പിക്കാനെന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലല്ല. യോജിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു റൊമാൻറ്റിക് ആയിട്ടുള്ള നക്ഷത്രങ്ങളെ പറ്റി അല്ലെങ്കിൽ രാശികളെ പറ്റി. ഇപ്പോൾ 2 നക്ഷത്രക്കാരും അത്രയും റൊമാൻറ്റിക് അല്ലെങ്കിൽ അതിൽ പെടുന്ന നക്ഷത്രക്കാരാണെങ്കിൽ പോലും ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്ത? അല്ലെങ്കിൽ ഇപ്പോൾ 10ൽ 10 പൊരുത്തമായി കിട്ടിയെങ്കിലും അല്ലെങ്കിൽ അത്രയും റൊമാൻറ്റിക് ആണെങ്കിൽ പോലും ലൈഫ് വരുമ്പോൾ അത് സക്സസ് ആവാത്ത എന്തുകൊണ്ടാണ്? അത് പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് മഹാദശാ കാലഘട്ടം അനുകൂലമാകാത്തത്, അതുപോലെ തന്നെ 10ൽ 10 പൊരുത്തത്തിലല്ല, രണ്ടുപേരുടെയും മഹാദശാ കാലഘട്ടങ്ങളിൽ ഇപ്പം 2 പേർക്കും ശനി ദശയാണ്, 2 പേർക്കും ഒരാളിന് ശനിയാണ് ഒരാളിന് കേതുവാണ്. ഭയങ്കര ടഫാണ് ആ സിറ്റുവേഷനെ കടന്നു പോകാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യമാണ്. കാരണം വിവാഹം കഴിയുന്നത് തൊട്ട് ആവശ്യമില്ലാതെ ഇടപെടുന്ന ഇല്ലോസ്, ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്തു കഴിയുമ്പോൾ ഒരുവിധപ്പെട്ട ജീവിതമൊക്കെ നേരെ പോകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒരു കുറവ് പൊതുവെ കാണാറുണ്ട്. മാമിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഈ അസ്ട്രോളജി പരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കൗൺസിലിംഗ് ഒരു മെത്തേഡിലാണ് ഞാൻ പറയുന്ന പോലും, അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ക ഒരു അസ്ട്രോളജർ പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അവരുടെ രാശി വളരെ മോശപ്പെട്ട ഒരു രാശിയാണ്, അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, നമുക്ക് ആ രാശി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? അവരുടെ അടുത്ത് ആ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കുക, സോഫ്റ്റായിട്ട്. ഒറ്റയടിക്കല്ല, ഒറ്റയടിക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ല. അവരോടിപ്പോൾ ചില ആളുകളോട് ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇന്ന രാശിയിൽ ശനി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ ശനിയാണല്ലേ എന്ന് പറഞ്ഞ് പേടിക്കുന്ന കുറേ ആളുകളുണ്ട്. ഉണ്ട്. അത് പൊതുവെ ഈ ശനിയെ പേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് ഞാൻ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് മാക്സിമം. അതുകൊണ്ടാണ് ഞാൻ ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഒരു 1 hour ഉണ്ട്, എൻ്റെ ഓഫ് ചിലർ 2 hours വരെയൊക്കെ പോകുന്നതുണ്ട്. അവരുടെ ആ ഒരു സമയബന്ധിതമായിട്ടല്ല ഞാൻ ചെയ്യണത്. കൂടുതൽ ടൈം എടുത്ത് അവരുടെ കാര്യങ്ങൾ കേട്ട്, കൂടുതലും ഈ ഒരു പഴയ കാലത്തെ ഒരു കൗൺസിലിംഗ് തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. എന്ത് ടൈപ്പ് പ്രോബ്ലം ഉണ്ടെങ്കിലും ആൾക്കാർ ജ്യോതിഷൻ്റെ അടുത്താണ് പോകുന്നത്. അത് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും എന്ത് ടൈപ്പ് പ്രോബ്ലംസ് ആയിരുന്നാലും. എന്തുകൊണ്ട് എപ്പോഴും ഏതൊരു മനുഷ്യനും അജ്ഞാതമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇല്ലാത്തൊരു മനുഷ്യനുമില്ല. ഇനി അത് എത്ര ധനപരമായിട്ട് ഉയർന്നു പോയ ആളായാലും, അത് വിദ്യാഭ്യാസപരമായി ഉയർന്നു പോയ ആളായിരിക്കും, സൊസൈറ്റിയിൽ ഒരുപാട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നാലും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ടെൻഷനുള്ള ഒരാൾ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ വ്യക്തിപരമായോ തകർന്ന ആളിന് മാത്രമല്ല മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നത്. കോടിക്കണക്കിന്, ഇപ്പം രാഹുലിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് വെച്ചു, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ് ജീവിതം.
ഇതൊക്കെ വിട്ടിട്ട് എൻ്റെ ദൈവമേ ഞാൻ ഒരു സമയത്ത് മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്നൊരു ഉത്കണ്ഠ ഉണ്ടാവില്ലേ? ഭാവിയെ പറ്റി ഇന്നും ഉത്കണ്ഠയാണ് ആളുകൾ. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അത് കാശുള്ള ആളിനും കാശില്ലാത്ത ആളിനും ഏത് സിറ്റുവേഷനിലുള്ള ആളിനും ആൻസൈറ്റി ഉണ്ടാവും. ഈ ഭാവി നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അസ്ട്രോളജി ആളുകൾ ഒരു പ്രിഡിക്ഷൻ പോലെ വന്ന് കാണുന്നത്. എന്റെ ഭാവി ഇനി നാളെ കാണും മാറുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാനിനി ഇപ്പോ കോടികളുള്ള ഒരാളാണെങ്കിൽ ഇനി നാളെ എന്റെ സ്വത്തുക്കളെല്ലാം ഇല്ലാതായി പോകുമോ, അതറിയാൻ വേണ്ടിയിട്ടാണ്, ഈ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ അസ്ട്രോളജിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അത് നോക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതാണ് ജ്യോതിഷം. അതിനാണ് ജ്യോതിഷത്തിൽ ഒരു ജ്യോത്സ്യനെ കാണാൻ വരുന്നത് ആ ഒരു ആൻസൈറ്റിയോട് കൂടിയാണ്. അല്ലാതെ എല്ലാം ഒരു ആൻസൈറ്റി ഇല്ലാത്ത ഒരാൾ ഒരിക്കലും വന്ന് നോക്കത്തില്ല. അപ്പോൾ അത് അവരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറയും. എപ്പോഴും പല അപ്രിയമായ സത്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് തന്നെയാണ്. നമ്മൾ പലതും നമ്മളിപ്പോൾ ഒരു ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും ഇല്ലേ, പക്ഷെ ആ അപ്രിയമായ സത്യം നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാവരും മരിക്കും, പക്ഷെ ഞാൻ ഇവിടെ നിൽക്കും എന്നാ ചിന്തിക്കുന്നത്. ആ ഒരു മനോഭാവം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആഗ്രഹത്തോടു കൂടി ഒരു കാര്യത്തെ സമീപിക്കാൻ പറ്റില്ല. ആ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ പലതും സത്യത്തിനെയും നമ്മൾ ഹൈഡ് ചെയ്ത് തന്നെ, മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് തന്നെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം ഇല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ പോലെ ഈ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതിനെ ഒരു നയപരമായി കൂളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷൻ്റെ. കൂടുതൽ പേടിപ്പിച്ച് കൂടുതൽ അവരെ വട്ടാക്കുക എന്നുള്ളതല്ല ജ്യോത്സ്യൻ്റെ ഒരു കടമ. അവരെ കുറച്ചുകൂടെ കാമാക്കി വിടുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തേക്ക് വരുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ഹീലിംഗ് കൊടുക്കുന്നുണ്ടോ? അത് എപ്പോഴും റേക്കി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കാറില്ല. പക്ഷെ എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രയും ഭയങ്കര സ്ട്രെസ്സിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടിയ ഒരു ഹീലിംഗ് എന്താണ്? അവരെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിയിലോട്ട് ഒരാളിരുന്ന് കേൾക്കുമ്പോഴും അവർ കുറേ വെറുതെ ഇരുന്ന് മരക്കുറ്റി ഇരുന്ന് കേൾക്കുന്നതാണെങ്കിൽ കേൾക്കല്ല ചെയ്യേണ്ടത്. മറിച്ച് അവർ ആ പറയുന്ന കാര്യങ്ങൾ ഒരു 5-10 മിനിറ്റ് കേട്ടിട്ട് ഒരു കൺക്ലൂഷനായിട്ട് ഇന്നല്ലേ ഇത് ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നൊരു ചെറിയൊരു കൺക്ലൂഷനായിട്ട് അവരോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ഇമോഷൻസ്, അതേപോലെ ഒരു എമ്പതി എന്ന് പറയുന്നൊരു വിഷയം ഏതൊരു ആസ്ട്രോളജറിനും വേണം. അതായത് അവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകരുത്. അത് പല ടൈപ്പ് ആൾക്കാർ വരും. ചിലപ്പോൾ ക്രിമിനൽസ് വരുമായിരിക്കും. പല 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 ജീവിത സാഹചര്യത്തിൽ ഇരിക്കുന്ന നമ്മളവിടെ ശരി തെറ്റ് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഇന്നലത്തെ ശരികൾ ഇന്നത്തെ തെറ്റ് നാളത്തെ ശരി. നമുക്കതുകൊണ്ട് ശരിയും തെറ്റൊന്നും അല്ല അവിടെ ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അർഹതയും നമുക്കില്ല. മറിച്ച് അവർ നടന്നു പോയ വഴിയിലൂടെ നമ്മളായിരുന്നെങ്കിൽ എന്നുള്ളൊരു എമ്പതിയാണ് നമുക്കവിടെ വേണ്ടുന്നത്. ആ എമ്പതറ്റിക്കൽ അപ്രോച്ച് ആ ഒരു വ്യക്തിയോട് കാണിക്കുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു ഹീലിംഗ് ആണ്. അവരവിടെ അയ്യോ എൻ്റെ 1 മണിക്കൂർ പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കരുത്. ചിലപ്പോൾ അവർ 3 മണിക്കൂർ എടുത്ത് കേൾക്കണം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കൊലപാതകയോട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിമിനലായിട്ടുള്ള ഒരാളോട് ആ ഒരു എമ്പതി കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു അസ്ട്രോളജർക്ക്? അവരെ എന്തുകൊണ്ട് ആ കൊലപാതകം ചെയ്തു എന്നുള്ളത് ചിലപ്പം അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കുകയോ അവരെ ഒറ്റപ്പെടുത്തോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? നമ്മൾ ജീവിതത്തിൽ എല്ലാ കാലവും ശരി തന്നെ ചെയ്തു പോകുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകരുത്. അവരെ ഇപ്പം കൂടുതലും ഇവിടെ ആത്മഹത്യകൾ ഇപ്പം പല പെൺപിള്ളേരും ആത്മഹത്യയാണ്. ഒരു കുട്ടി എനിക്കിപ്പം റേക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം അത് എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് ജീവിക്കണേ. അത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈ സാലറി വാങ്ങുന്നൊരു കുട്ടിയാണ്. പക്ഷേ അത് വിവാഹം കഴിഞ്ഞു പോയപ്പോൾ അതിൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞു നീ തിരിച്ച് വീട്ടിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അനിയനുണ്ട്, അവന് കല്യാണം നടക്കില്ല. അതുകൊണ്ട് ആ അച്ഛനും അമ്മയും പോലും ആ കുട്ടിയെ സംരക്ഷിച്ചില്ല. അത് ഒറ്റയ്ക്ക് ഇവിടെയല്ല നാട്ടിലല്ലാത്തതുകൊണ്ട് അത് ഒറ്റയ്ക്ക് ഈ സമൂഹം ജഡ്ജ് ചെയ്യുന്നത്, ഓരോ മനുഷ്യന്മാരെയും കാര്യം അറിയാതെ ക്രൂശിക്കുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു മനോഭാവം ഈ സമൂഹത്തിനുണ്ട്. അത് അവസാനിപ്പിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എല്ലാവരും വിദേശത്ത് പോകണമെന്ന് പറഞ്ഞ ഒരു ഇതാണ്. വിദേശത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സമാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ആരുടെയും ക്രിറ്റിസിസം കേൾക്കണ്ട. അതുപോലെ ആരുടെയും കുറ്റപ്പെടുത്തൽ. ഇപ്പോൾ ഒരാൾ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി തന്നെ അതിപ്പം ഓക്കെ അത് തെറ്റ് ചെയ്യട്ടെ, ഇപ്പം മിസ്റ്റേക്ക് ആവട്ടെ, അതിൻ്റെ ഹസ്ബൻഡിനോട് ജീവിക്കാൻ പറ്റാത്തത് അതിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആവട്ടെ.
പക്ഷേ അതിനെ ചേർത്ത് പിടിക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് മോളെ അങ്ങനെയെന്ന് ചോദിക്കേണ്ടത് ഒരു അച്ഛൻ്റെ അമ്മയുടെ കടമയാണ്. സമൂഹത്തിനെ അതിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവകാശവും അവിടെ ഇല്ല. അതുപോലെ അങ്ങനെ ഒരു മനുഷ്യത്വപരമായ നിലപാട് ഈ സമൂഹം കാണിക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തികളും കാണിക്കുകയാണെങ്കിൽ, ഒരുപാട് ജീവനുകൾ, ഒരുപാട് കോൺഫിഡൻസ് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ ജീവിതം അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ആ ഒരു അപ്രോച്ച് തന്നെയായിരിക്കണം ജ്യോതിഷന്മാർക്ക് ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യോ, നിങ്ങൾക്ക് നാളെ ഇങ്ങനെ സംഭവിച്ചുവോ അതുകൊണ്ട് ഇങ്ങനെ എന്നെ ജീവിക്കണം എന്നൊന്നും പറയേണ്ട അവകാശമൊന്നും നമുക്കാർക്കും ഇല്ല. അവർക്കൊന്ന് ഗൈഡൻസ് കൊടുക്കാം, ഇങ്ങനെയാണ്, അതിന് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് അവരോടൊപ്പം ഇരുന്ന് അവരെ കൊണ്ട് തന്നെ, നമ്മളല്ല ഒരു ഡിസിഷൻ എടുത്ത് കൊടുക്കേണ്ട, അവരെ കൊണ്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ജ്യോതിഷത്തിലുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഒരൊറ്റ സിറ്റിങ്ങിൽ അങ്ങ് നിർത്തും, ഒരൊറ്റ ഒരു സെക്ഷനിൽ നിർത്തും. അത് അവരോട് എനിക്ക് പറയാൻ പറ്റില്ല, അടുത്തത് ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്തൊരു കൺസൾട്ടേഷൻ എടുക്കണേ എന്ന് പറഞ്ഞവരായിരിക്കും ഇത് നല്ല ബിസിനസ്സാണ് എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാനത് പറയാൻ പോകില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കും.